ഹലോ ഗൈസ്, കാർഷിക വിളവെടുപ്പോടുകൂടിയാണ് ലൈഫ് അപ്ഡേറ്റ്സിന്റെ 97 ദിവസം തുടങ്ങിയത്. 100 ദിവസം തികയാൻ ഇനി വെറും 3 ദിനം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഡാഡി വെച്ച പച്ചക്കറികളാണിത്. പയറും ചീരയും വെള്ളരിയും ഒക്കെയാണ്. നമ്മളിന്ന് പയറും വെള്ളരിയുമാണ് പറിച്ചത്. ഇതൊക്കെ മാസ്റ്ററാണ് ചെയ്യുന്നത്. എന്നിട്ട് വിളവെടുത്ത പച്ചക്കറികളെല്ലാം മമ്മിക്ക് കൈമാറിയിട്ട് റൂം ക്ലീൻ ചെയ്യാൻ പോയി. ഇന്നലത്തെ ഗിഫ്റ്റ് പൊതിയുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ റൂം മൊത്തം അലമ്പായി. പിന്നെ ഇതാണ് കേട്ടോ പൊതിഞ്ഞെടുത്ത പണപ്പെട്ടി. നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ടല്ലേ. ഓക്കെ, നമ്മുടെ ടേബിളും അകപ്പാട് അലങ്കോലായി കിടക്കാണ്. അതെല്ലാം മടക്കി പെറുക്കി വെച്ചിട്ട് കുളിച്ച് റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ടൈമിൽ മാസ്റ്റർ ജിമ്മിലേക്ക് പോയിരുന്നു. പിന്നെ നേരെ ജിമ്മിലെത്തി മാസ്റ്ററുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. കീലോയിഡ് ഇഞ്ചക്ഷൻ സെക്കൻഡ് സിറ്റിംഗ് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ വന്നത്. സ്കിൻ ഡോക്ടറെ കാണാൻ പൊതുവെ തിരക്കുറവായതുകൊണ്ട് വന്നപ്പോൾ തന്നെ കയറിക്കാണ്ട് ഡേറ്റ് എടുത്തു. ഏപ്രിൽ 8 തീയതിയിലേക്കാണ് ഡേറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അങ്ങനെ ഡേറ്റ് എടുത്ത് വീട്ടിലെത്തി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മമ്മി ഇന്നലെ ഉണ്ടാക്കിയ മാങ്ങാ ജ്യൂസ് ഇരിക്കുന്നു. പിന്നെ അതെടുത്ത് കുടിച്ചു 1-2 ഗ്ലാസ്. എന്നിട്ട് ഡ്രസ്സും മാറി വരയ്ക്കാനിരുന്നു. വലിയ ഭിത്തിയിൽ വരച്ചിപ്പോൾ ചെറിയ ബുക്ക് എടുക്കുമ്പോൾ എന്തോ പോലെ. അതായത് നമ്മളിപ്പോൾ ഒരു 4-5 ദിവസം അടുപ്പിച്ച് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ക്രിക്കറ്റ് ബോൾ എടുത്ത് കൈ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ സെയിം ഫീൽ. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് വരച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് ഗിറ്റാറും വായിച്ചിട്ട് ഇന്നും പറിച്ചു 2 മാങ്ങയും നിന്ന് രാവിലെ കുറച്ച് പയറുകറിയും കൂട്ടി ചോറും കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി. എന്നിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ എഴുന്നിട്ട് അടുത്ത യാത്ര പോകാനുള്ള ഒരുക്കം തുടങ്ങി. ഇവിടെ നിന്ന് ആദ്യം പള്ളിപ്പുറം, അവിടെ നിന്ന് വൈക്കം, ദെൻ കൊച്ചി, പിന്നെ വയനാട്, അവിടെ നിന്ന് പാലക്കാട്, പിന്നെ തിരിച്ച് പള്ളിപ്പുറത്തേക്ക്. ഇങ്ങനത്തെ ഒരു റൗണ്ട് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ വയനാടും പാലക്കാടും കൺഫേം ആയിട്ടില്ല. വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു നീണ്ട യാത്ര മുന്നിൽ കണ്ടുകൊണ്ട് ബാഗ് നിറയെ തുണികളെടുത്താണ് ഇറങ്ങിയത്. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേ ബസ് മിസ്സായി. പിന്നെ അവിടെ കുറച്ചു നേരം കുത്തിപ്പിടിച്ച് നിന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ചറവറ ബസ് പോകുന്നു. അങ്ങനെ കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ബസ് എത്തി. പിന്നെ ചടിക്കൊരു ടിക്കറ്റ് എടുത്ത് സൈഡ് സീറ്റ് പിടിച്ചു. തണ്ണീർമുക്കം പണ്ടെത്തിയപ്പോൾ നല്ലൊരു സൺസെറ്റും കണ്ടു. എന്നിട്ട് അങ്ങനെ വൈക്കത്തെത്തി. ബോട്ട് പോകുന്നതിനേക്കാൾ മുന്നേ ജങ്കാർ പോകുന്നു പറഞ്ഞുകൊണ്ട് ജങ്കാറിൽ കയറി. ബോട്ടിലാണെങ്കിലും ജങ്കാറിലാണെങ്കിലും ടിക്കറ്റ് ചാർജ് ഒക്കെ ഒന്ന് തന്നെ, 6 രൂപ. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ വേറെ കുറച്ച് നിറങ്ങളും. അങ്ങനെ അക്കരെ എത്തിയപ്പോൾ പിക്ക് ചെയ്യാൻ ചെക്കിനും എത്തി. അണ്ണൻ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ മുടി വെട്ടാനാണ് പോയത്. മുടിയും വെട്ടി വീട്ടിലെത്തി കുളിച്ച് ഫുഡും കഴിച്ച് അപ്പേ മുത്തശ്ശി ഉറങ്ങി കഴിഞ്ഞപ്പോൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കവര് കാണാമെന്നും പറഞ്ഞ് കുമ്പളങ്ങിയിലേക്കാണ് പോക്ക്. അവിടെ ചെന്നപ്പോൾ കവരും ഇല്ല കവറും ഇല്ല. പിന്നെ നേരെ ചെല്ലാന ഹാർബറിലേക്ക് പോയി. അവിടെ നടന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് കടലിൽ നോക്കിയിരുന്നിട്ട് 2 മണിയാറായപ്പോൾ വീട്ടിലേക്ക് വന്നു. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.